സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റ് പത്മിനി തോമസും ബി.ജെ.പിയിലേക്ക് ചേരാനൊരുങ്ങുകയാണ്. പാർട്ടി വിടാനുള്ള കാരണം വാർത്താസമ്മേളനത്തിൽ പറയുമെന്ന് പത്മിനി തോമസ് വ്യക്തമാക്കി. പത്മിനിക്ക് പിന്നാലെ കോൺഗ്രസിലെ മറ്റ് ചില നേതാക്കളും ബി.ജെ.പിയിലേക്ക് ചേരുമെന്നാണ് സൂചന. കൂടുതൽ വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നുണ്ട്. ടിൻഡു, എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, ഈ കോൺഗ്രസ് നേതാക്കൾ ബി.ജെ.പിയിലേക്ക് ചേരുന്നു എന്നൊരു വാർത്ത നേരത്തെ തന്നെ വന്നിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുൻ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആയിരുന്ന പത്മിനി തോമസ് ബി.ജെ.പിയിലേക്ക് എന്ന വാർത്ത പുറത്തു വന്നിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ബി.ജെ.പി കാര്യാലയത്തിൽ വെച്ച് ഇവർ ബി.ജെ.പിയിൽ അംഗത്വം എടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി വിടുന്നത് എന്ന് പറയുന്നില്ല. ബി.ജെ.പിയിൽ അംഗത്വം എടുത്തതിനു ശേഷം ഔദ്യോഗികമായിട്ട് അത് വാർത്താ സമ്മേളനത്തിൽ കൂടെ അറിയിക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ഭാരത് ജോഡോ യാത്രയിൽ രാഹുൽ ഗാന്ധിക്കൊപ്പം, അതായത് ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ മുൻ നേതൃനിരയിലൊക്കെ നിന്ന ഒരാളായിരുന്നു പത്മിനി തോമസ്. അതുപോലെ തന്നെ അതൃപ്തി ചൂണ്ടിക്കാട്ടി പാർട്ടി നേരത്തെ തന്നെ ഇവർക്ക് കത്ത് നൽകിയിരുന്നു. ബി.ജെ.പി അനുഭാവം ഉള്ളതായി തോന്നിയ സമയത്ത് തന്നെ അതൃപ്തി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പാർട്ടി ഇവർക്കെതിരെ കത്തൊക്കെ നൽകിയ സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 1996 അർജുന അവാർഡ് ജേതാവാണ്. അതിനുശേഷം സ്പോർട്സ് കൗൺസിലിന്റെ പ്രസിഡന്റായി വരുന്നു. തുടർന്ന് ഈ കെ.പി.സി.സി കായിക വേദിയുടെ സംസ്ഥാന അധ്യക്ഷയായി ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും മുൻനിരയിലൊക്കെ നിന്ന ഒരു ആള് തന്നെയായിരുന്നു പത്മിനി തോമസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ബി.ജെ.പിയിലേക്ക് ചുവടുമാറുന്നത് എന്നൊരു കാര്യത്തിൽ എല്ലാവർക്കും ഒരു ആശങ്കയുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കും. എന്താണ് അതൃപ്തി, അല്ലെങ്കിൽ എന്താണ് നേതൃത്വമായിട്ടുള്ള പ്രശ്നങ്ങൾ, എന്ത് പടലപ്പിണക്കമാണോ എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത് ഇതിനുശേഷം മാത്രമായിരിക്കും അവർ ചർച്ച ചെയ്യുക. എന്തായാലും തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന, അല്ലെങ്കിൽ ജില്ലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന DCCയുമായി ബന്ധപ്പെട്ട പ്രധാന നേതാക്കളായിരിക്കും ബി.ജെ.പിയിലേക്ക് വരുന്നതെന്ന് കഴിഞ്ഞ ദിവസം തന്നെ വാർത്തകൾ പുറത്തു വന്നതാണ്. അത്തരത്തിലുള്ള ഒരുപക്ഷെ നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ തന്നെ ബി.ജെ.പിയിലേക്ക് മാറാനുള്ള സാധ്യത. എന്തായാലും ആദ്യത്തെ നമ്പർ, അല്ലെങ്കിൽ ആദ്യമായി ഈ പത്മജയ്ക്ക് ശേഷം രണ്ടാമത് അറിയുന്നത് പത്മിനി തോമസ് ബി.ജെ.പിയിലേക്ക് വരുന്നതാണ്. ഇതുപോലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ബി.ജെ.പിയിലേക്ക് വരുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണു, ടിൻഡു, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത്തരത്തിൽ പത്മിനി തോമസിന് പിന്നാലെ മറ്റ് ചില ബി.ജെ.പി നേതാക്കൾ, കോൺഗ്രസ് നേതാക്കൾ കൂടി ഇത്തരത്തിൽ ബി.ജെ.പിയിലേക്ക് വരുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുമ്പോൾ ഒരുപക്ഷെ നേരത്തെ പത്മജ വേണുഗോപാൽ സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകുന്ന അവഗണനയും ഗ്രൂപ്പിസവും തന്നെയല്ലേ ഇത്തരത്തിൽ പാർട്ടി വിട്ട് മാറാനുള്ള ഈ കോൺഗ്രസ് നേതാക്കളുടെ തീരുമാനങ്ങൾക്ക് പിന്നിൽ? തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ് നമുക്ക് ചൂണ്ടിക്കാട്ടിയത്. നമുക്കറിയാം, സമാന കാലങ്ങളിലൊക്കെ പാർട്ടി, ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടി വനിതാ നേതാക്കൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം അത് ഒട്ടും അഭിമാനമുള്ളതല്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ, അതേ സംബന്ധിക്കുന്ന വിഷയങ്ങളൊക്കെ വലിയ ചർച്ചയായിട്ടുള്ളതാണ്. അർഹിക്കുന്ന സ്ഥാനങ്ങളിലേക്ക് സ്ത്രീകൾക്ക് വരാൻ സാധിക്കുന്നില്ല. ഈ ഒരു ഘട്ടത്തിൽ അത് കെ.പി.സി.സി അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടത്തിയിട്ട് സ്ത്രീകൾക്ക് ഒരു 50% മുഖ്യധാരയിലേക്ക് വരാൻ സാധിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ സമകാല കാര്യങ്ങളിലൊക്കെ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇതൊന്നും ഒരുപക്ഷെ അംഗീകരിക്കാത്തൊരു ഘട്ടത്തിലായിരിക്കും പത്മജയെ പോലെയും അതുപോലെ പത്മിനിയെ പോലെയും ഒക്കെ ഉള്ള ആളുകൾ ബി.ജെ.പിയിലേക്ക് വരുന്നത്. അത് മാറ്റി നിർത്തുകയാണെങ്കിൽ മറ്റ് പ്രധാന നേതാക്കന്മാരെല്ലാം ബി.ജെ.പിയിലേക്ക് വരുന്നത് പാർട്ടി അതൃപ്തിയുള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ നേതൃത്വത്തിനോട് പല പ്രാവശ്യങ്ങളിലും ആവശ്യപ്പെട്ടിട്ടും ഒരുപക്ഷെ നടക്കാതിരിക്കുന്ന, അല്ലെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അർഹിക്കുന്ന അംഗീകാരം കിട്ടാതിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് ബി.ജെ.പി എന്ന അഭയകേന്ദ്രത്തിലേക്ക്, ഒരുപക്ഷെ ബി.ജെ.പിയിലേക്ക് അഭയാർത്ഥികളെ പോലെ കോൺഗ്രസ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു പടലപ്പിണക്കം വളരെ കൂടുതൽ നിൽക്കുന്നതാണ് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച്. തിരുവനന്തപുരം DCC നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 3 മാസങ്ങളായിട്ട് വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളാണ് DCCക്ക് അകത്ത് സംഭവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ ഒട്ടും അവിടെ നിൽക്കാൻ കഴിയാത്തവരാണ് ഇത്തരത്തിൽ ബി.ജെ.പിയിലേക്ക് വരുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും കൂടുതൽ ആളുകൾ ഇന്ന് ബി.ജെ.പി, അല്ലെങ്കിൽ കൂടുതൽ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് ബി.ജെ.പിയിലേക്ക് ചുവടുമാറുമെന്ന് നേരത്തെ തന്നെ അറിഞ്ഞതാണ്. കോൺഗ്രസിന് പുറമെ മറ്റു പാർട്ടികളിൽ നിന്നും നേതാക്കന്മാർ ബി.ജെ.പിയിലേക്ക് എത്തും എന്നൊരു വാർത്തയും ഇപ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലൊരു വാർത്തയും വ്യക്തമാണ്. ടിൻഡു ആണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.